ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഇന്നത്തെയും പോലെ സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടുവിശേഷങ്ങൾ എന്ന് വെച്ചാൽ അടുക്കള വിശേഷങ്ങളല്ല കേട്ടോ. ഇന്നും നമ്മൾ അടുക്കള വിശേഷങ്ങൾ കണ്ട് തല പെരുത്ത് കാണും. നിങ്ങൾ എന്നെ മിക്കവാറും ഓടിച്ചിട്ട് അടിക്കും. അല്ലാതുള്ള എൻ്റെ കുഞ്ഞും ഇവിടെ എനിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അവരെയൊക്കെ നമുക്കൊന്ന് കാണാം. നിങ്ങൾ എപ്പോഴും കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെയാണ്, എപ്പോഴും പറഞ്ഞു തരുന്ന കൂട്ടുകാരൊക്കെ തന്നെയാണ്. അവരെയൊക്കെ ഒന്ന് കാണാം. ആരുമില്ലാത്ത സമയത്ത് ഞാൻ ഇവരുമായിട്ടൊക്കെയാണ് കലവില കൂടുന്നത് കേട്ടോ. അതൊക്കെ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലായിടത്തും മഴ വന്നു. ഞാൻ കുട്ടിച്ചാത്തനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നു. എവിടെയെങ്കിലും മഴ പെയ്തോ? ആരും പറഞ്ഞില്ല മഴ പെയ്തെന്ന്. ഇവിടെയും മഴ പെയ്തില്ല കേട്ടോ. ആ ഒരു ദിവസത്തെ ആ ഒരു കളിപ്പീര് മഴയേ ഉള്ളായിരുന്നു. അപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു നമുക്കെന്തോ ഡ്യൂപ്ലിക്കേറ്റ് മഴയൊക്കെ പെയ്യിക്കാന്ന്. എവിടെയോ ഞാൻ കണ്ടു. ഇന്നലെ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടു കേട്ടോ. അയ്യോ, ഞാൻ അത് ഒത്തിരി നോക്കിയില്ല കേട്ടോ. ഒരു രാത്രി സമയമായതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് അങ്ങോട്ട് നോക്കാൻ പോയില്ല. ആ ചേട്ടൻ്റെ വീട്ടിലായി. ഇനിയിപ്പോൾ നോക്കാം, നമുക്ക് ലൈബ്രറിയിലൊക്കെ പോയി നോക്കാം. ആ ചേട്ടൻ്റെ വീട്ടിൽ എപ്പം വേണമെന്ന് വെച്ചാൽ ആ സമയത്ത് മഴ പെയ്യുന്നു. ഞാൻ അതെടുത്ത് നോക്കിയില്ല കേട്ടോ. മീനെ കൊത്തി തിന്നേ അവളുടെ ചുണ്ടെല്ലാം പോയി. ഇനി മഞ്ഞ പെയിന്റ് അടിക്കണമല്ലോ. മഞ്ഞൾ കലക്കി ഒഴിച്ചാൽ മതിയോ? മൊത്തം പൊട്ടി കീറി തുടങ്ങി. ഉണ്ട്, എല്ലാരും ടിവിയുടെ മുന്നിൽ ഇരിക്കുവോന്ന്. ഞാൻ വീഡിയോ എടുക്കുന്ന പാത്ത് നോക്കുന്നുണ്ടായിരിക്കും അകത്തിരുന്ന്. ഇരിക്കുന്നില്ലേണ? പോരോ ഇല്ലയോ? അക്ക അവിടെ വായില്ലാത്തതുകൊണ്ട് അവർക്ക് മീനെ തിന്നാൻ ഒക്കുന്നില്ലത് ഇല്ലയോ? മീനെ അതാ പൊഴിഞ്ഞ് വീഴുന്നു. അങ്ങനെ നമ്മുടെ നിലവിളക്കൊക്കെ ഇന്നൊന്ന് തേച്ച് വെച്ച് കേട്ടോ. വെയിലത്തിരുന്നങ്ങ് വല്ലാതായി. ആ വെള്ളം വറ്റി അതിനകത്ത് ഇനി ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് തുടച്ചിട്ട് എടുത്തു വയ്ക്കണം. വലിയ പാടാട്ടോ. താഴെയൊക്കെ നമുക്ക് നന്നായിട്ട് തേച്ചെടുക്കാം. പക്ഷേ ഈ മയിലിൻ്റെ ഭാഗം വരുമ്പോഴേ നന്നായിട്ട് കൈ കൊണ്ട് ഉരയ്ക്കണം. കുറച്ചൊക്കെ നമ്മൾ വെളുപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചിന്നു അവിടെ ഇല്ല, തേക്കിൻ്റെ അവിടെ അങ്ങോണ്ടിരുന്ന് കരയുന്നു കേട്ടോ. അവൾ അതിൻ്റെ മേളില. അതിന് തേക്കിനകത്ത് ഇലയില്ലല്ലോ. അവിടെ ഇരുന്ന് അവൾ സൗണ്ടാണെന്നറിയാം ഉണ്ടാക്കുന്നത്. ആ തേക്കിനകത്ത. ഞങ്ങളുടെ വീട്ടിലെ ഈ ചെടിയെല്ലാം പൂത്തല്ലോ. ഈ ചെടി കണ്ടേണ്ട. ഞങ്ങളുടെ വീട്ടിലെ ഈ ചെടിമരം പൂത്ത് കേട്ടോ. എന്നും പൂവുണ്ട് കേട്ടോ. ഇത് ഞാനുണ്ടല്ലോ അടിച്ചു മാറ്റി. കല്യാണം കഴിഞ്ഞ് സമയത്ത് ഇലക്ട്രിസിറ്റി ഓഫീസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ പോകുമ്പോൾ ഞാനിതിൻ്റെ കമ്പ് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് നട്ടു. ഒന്നും കിളിക്കത്തില്ല. അങ്ങനെ അവസാനത്തെ ഒരു അടിച്ചു മാറ്റലിൽ ആ ചെടി എനിക്ക് കിളിച്ച് കിട്ടി കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് നട്ടു. നമ്മുടെ വീട്ടിലെ കുളക്കടയിലില്ല, പക്ഷേ ഇവിടെ ഞാൻ അത് നട്ട് സെറ്റാക്കി വലിയൊരു മരമായി. ഞാൻ കാണിക്കാം. അതൊരു വലിയ മരമായി. നിറച്ചും പൂവുണ്ട് കേട്ടോ. നല്ല രസം. അതിലെ പ്ലാസ്റ്റിക് മാതിരിയാണ് ഈ ചെടി കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ? നല്ല ഭംഗി അതിൻ്റെ പൂ കാണാൻ. ഒരു കമ്പ് മാതിരി. കണ്ടോ? അടുത്ത് കണ്ടോ? കണ്ടോ? നല്ല ഇല്ലയോ ഈ ചെടി?
ചേച്ചിമാരെ വിറക് പറക്കാൻ ആ തോട്ടത്തിൽ നിന്നൊക്കെ വിറക് പറക്കിക്കൊണ്ട് വന്ന് എവിടെയാണെന്നോ സൂക്ഷിക്കുന്നത്. ദേ നമ്മുടെ വീടിൻ്റെ ഈ മതിലിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. അവർക്ക് അറിയാം നമ്മളാരും എടുക്കത്തില്ലെന്ന്. അത് എനിക്കൊന്ന് 2 മാസമായി ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ട് കേട്ടോ. ഇവരിതുവരെ വന്ന് എടുത്തില്ല കേട്ടോ. നമ്മളെടുക്കത്തില്ല കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ വിറകുണ്ട് പാവത്തുങ്ങൾ. പിന്നെ അമ്മ ചിലപ്പോഴൊക്കെ നമ്മുടെ അയ്യത്തൊന്നും കൊടുക്കും കേട്ടോ. ദേണ്ട 2 കെട്ട് വിറക് പാവത്തുങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഈ തോട്ടത്തിൽ നിന്നൊക്കെ നുള്ളി പറക്കുന്നത്. വിറകില്ലാത്തവരൊക്കെ വന്ന് പറക്കും കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ വന്ന്. നമുക്കിഷ്ടം പോലെ വിറകുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളത് എടുക്കത്തില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. വേണ്ടേ നമ്മുടെ പച്ചച്ചീര കൊണ്ട് ഇഷ്ടം പോലെ നിറയെ ഇവിടെ എല്ലാം. ഞാൻ ഭാഗ്യതല്ല കേട്ടോ, ഇത് തന്നെ കിളിച്ചതാണ്. അതേ വലുത് തേണ്ട ഇവിടെ. അതിനകത്തേത് വീണ് ഇവിടെ നിറച്ചുമായി. ഞാനിങ്ങനെ ഉണ്ടല്ലോ കുറേശ്ശെ ഇങ്ങനെ പറിച്ച് ഇതിനകത്തുണ്ട് കേട്ടോ. ചെറിയ അരിയുണ്ട്, അതിങ്ങനെ പറിച്ച് ദേ ഇതിനകത്തോട്ട് കൊണ്ടിടും. കിടക്കട്ടെ. ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടല്ലോ ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒന്ന് ഉറങ്ങണം. 2 പേരുടെ ഉറക്കം കണ്ടോ? ഭയങ്കര ക്ഷീണമാ. ചോറുണ്ടതിൻ്റെ ക്ഷീണം. ഉറങ്ങിക്കോ. ഒരാൾ വേറെ ഇതായി കിടക്കുന്നു കണ്ടോ. അവൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തിയതിന് അവൻ്റെ ഒരു കലിപ്പ് കണ്ടു. മാവു ഇവിടുത്തെ പുലിയ ഇവൻ. ഓ ഹൗ ആർ യു? ഫൈൻ. മാവു നിന്നോട് ചോദിച്ചില്ലെന്നോ ഡാ ശിക്കാരി. ഹൗ ആർ യു? അപ്പോൾ അവനും ഫൈൻ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇവരൊക്കെ ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അവളോട് ചോദിച്ചു ആദ്യം ഹൗ ആർ യു. ചായ ഊണ് കഴിച്ച് ഇനി നമുക്കൊരു ചായ ആയാലോ? ഇടാ ഒരു ചായ ആയാലോന്ന്. കടുപ്പത്തിലൊരു ചായ. ഭയങ്കര അവിടുന്ന് 2 പേരെ ഓടിച്ച് ഇവിടെ കൊണ്ടുപോയത് കേട്ടോ. എന്നോട് ഭയങ്കര കലിപ്പാട്ടോ കണ്ടോ. 2 ഉറക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ കേട്ടോ. അടിപൊളി കാഴ്ച. എനിക്ക് വയ്യ. അയ്യോ എൻ്റെ ദൈവമേ, എന്തൊക്കെ കണ്ടാലൊക്കും. അവൻ അവളെ നോക്കിക്കിടക്കും കേട്ടോ. ഭയങ്കര ഗമേല 2 പേരുടെയും കിടപ്പ്. നീ ഇങ്ങോട്ട് നോക്കാം, അവിടെ തന്നെ നോക്കിയോണ്ടിരിക്കാതെ ഇങ്ങോട്ട് നോക്കടാ. നിനക്കെന്തുവാടി അവനോടൊരു കെറിവ്? അന്വേഷിച്ചോണ്ട് തരുന്നതിൻ്റെ കെറിവാണോ നിനക്ക്? അവൻ നോക്കിയേ വേണം. നീ മോന്തേ വീർപ്പിച്ച് നടക്കുവാണോ? കൊടുക്കടാ. അവൻ കണ്ണടച്ച് കാണിക്കുന്നു കേട്ടാ. ഭയങ്കര ക്ഷീണോ 2 പേർക്കും കേട്ടോ. ഉറങ്ങിക്കോ ചാച്ചി, ഒങ്ങിക്കോ. പേടിയുണ്ടോന്ന് നോക്ക്. ഒരു കൂസലും ഇല്ലാതെ കിടന്നുറങ്ങുന്നേ. എഴുന്നേറ്റ് പോടി അഹങ്കാരി, എഴുന്നേറ്റ് പോടി. എഴുന്നേറ്റ് പോകാൻ മര്യാദയ്ക്ക്. കേട്ടോ എൻ്റെ റോസമാമ നിന്ന് കോവയ്ക്ക പറിക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്തോളാം, അവിടെ നിന്ന് അതിക്കണ്ടോ കോവയ്ക്ക പറക്കി കൂട്ടുക ആള്. എനിക്കിവിടെ തരണേ, ഞാൻ തിരിച്ചു തരാം കേട്ടോ. പിടിക്കുക എടുത്ത് കണ്ടോ. അത് അടുക്കളയുടെ മേളാണോ മാമേ? പിന്നെ ബാത്റൂമിൻ്റെ
ആ ആ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.